ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്കയുടെ അരികിലേക്കെത്തി സുകുമാരി അമ്മ രാധിക വരാൻ പോകുന്നതിനെക്കുറിച്ച് പറയുന്നു. അവൾ വന്നു കഴിഞ്ഞാൽ അവൾ നല്ല രീതിയിൽ തന്നെ അഭിനയിക്കണം. അവൾക്ക് യാതൊരു സംശയം തോന്നരുത് എന്ന് സുകുമാരി ഓർമ്മപ്പെടുത്തി. എന്തായാലും അവളിലൂടെ മാത്രമേ മോൾക്ക് കണിമംഗലത്തേക്ക് എത്താൻ കഴിയുള്ളൂ. മോളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കണം. അവൾ വന്ന് ഭക്ഷണം തന്നാൽ മാത്രമേ കഴിക്കൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഇവിടെ വന്ന് രാധികയ്ക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. ആ സാഹചര്യത്തിൽ മോളെ അവർക്ക് കണിമംഗലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മോളെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകാൻ ആരും തയ്യാറാവില്ല. മോള് അല്ലാതെ സ്വബോധത്തിലാണെങ്കിൽ ഒട്ടും മോളെ അങ്ങോട്ട് കൊണ്ടുപോവുകയുമില്ല. ഇങ്ങനെയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒടുവിൽ നിവൃത്തിയില്ലാതെ രാധികയ്ക്ക് മോളെ കൂടെ കൂട്ടേണ്ടി വരും. അങ്ങനെ വന്നാൽ മോൾക്ക് അവിടെ ചെന്ന് മോളിലെ പകയും വിദ്വേഷവുമൊക്കെ അവൾക്ക് നേരെ തീർക്കാൻ കഴിയും. പിന്നെ അവളെ കൊല്ലാനാണ് മോൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും സാധിക്കും. അതുകൊണ്ട് മോള് അവളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ഇനി എൻ്റെ മോളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഒരു കാരണവശാലും അവളെ രക്ഷപ്പെട്ട് പോകാനോ അവൾ ജീവിക്കാനോ സമ്മതിക്കരുത്. നിനക്ക് സ്വന്തമായതെല്ലാം തട്ടിയെടുത്തവളാണവൾ. അതിന് അവളെ അവിടെ ചെന്ന് അവളെ വകവരുത്തിയാലും ഇങ്ങനൊരവസ്ഥ മോൾക്കുള്ളതുകൊണ്ട് കോടതി പോലും മോളെ വെറുതെ വിടും എന്ന് പറഞ്ഞു. എനിക്കറിയാം മുത്തശ്ശി, അവളെ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കും. ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചവളാണവൾ. അതുകൊണ്ട് ഇനിയും അവൾ എന്നെ വിശ്വസിച്ചോളുമെന്ന് പ്രിയങ്ക സുകുമാരിയോട് പറയുന്നു. അപ്പോഴും സുകുമാരിയുടെ മനസ്സിൽ പ്രിയങ്കയുടെ മുന്നിൽ രാധികയ്ക്ക് സത്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നൊരാശങ്ക സുകുമാരിയുടെ മനസ്സിനെയും അലട്ടി. പിന്നീട് ഗൗതം ചന്ദ്രശേഖരനെ കാണുവാനായി ജയിലിലേക്ക് എത്തുന്നു. ചന്ദ്രശേഖരനോട് ഗൗതം വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അമ്മയ്ക്ക് സുഖമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉർവശിയും കൽപ്പനയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും രാധികയുടെ വാക്കുകളാണ് അവിടെ ഉള്ളവർക്കെല്ലാം ഇപ്പോൾ വേദവാക്യമെന്നും രാധിക എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അവിടെയുള്ളവരെല്ലാമെന്നും ഗൗതം ചന്ദ്രശേഖരനോട് അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ചന്ദ്രശേഖരൻ പറഞ്ഞു, എന്തായാലും നിന്നെ ഞാൻ വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നടപ്പിലാക്കാനായിട്ടിരുന്ന കാര്യങ്ങളിൽ ചിലത് ഉടനെ തന്നെ നടപ്പിലാക്കിയേ തീരൂ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നിന്നോട് വരാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നത് ഒരു പീറ പെങ്കൊച്ചിൻ്റെ മുന്നിലാണ്. അതാണ് എന്നെ സംബന്ധിച്ചത് ഏറ്റവും വേദനാജനകമായ കാര്യം. ഒരു പീറപ്പെണ്ണിൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എനിക്ക്. അത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. എത്രയും വേഗം തന്നെ നീ അമ്മ കയ്യിൽ ഏൽപ്പിച്ച കണിമംഗലത്തെ ആഭരണങ്ങളെല്ലാം വിറ്റ പണം അത് സിയെ ഏൽപ്പിക്കണം. അത് കേട്ടതും ഗൗതം ചോദിച്ചു, അയാൾക്ക് നമ്മൾ കുറെ പണം കൊടുത്തതല്ലേ അച്ഛാ, ഇനി എന്തിനാ എന്ന് ചോദിച്ചതും, ഇത് അയാൾക്കല്ലടാ, മറ്റു ചില ആവശ്യങ്ങൾക്കാണ്. ആ രാധികയെയും വരുണിനെയും ഇല്ലാതാക്കണം. അവളെ എന്നേക്കുമായി അവസാനിപ്പിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. കാരണം അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കില്ല. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഞാൻ ഒരുക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും നേരിട്ടൊന്നും തന്നെ ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സിയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം സി ഇവിടെ വരികയും ചെയ്തു. അതുകൊണ്ട് അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ പറ്റിയ ഒരു വാടകക്കാരനെ കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടുകയുമില്ലെന്നും അയാളെ ആരും പിടികൂടുകയുമില്ലെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുവനെ ഉടനെ തന്നെ അയാൾ രംഗത്തിറക്കും. അങ്ങനെ വന്നാൽ അവന് നൽകേണ്ട പണം അതാണ്. പിന്നെ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി അവരുടെ ജീവനെടുക്കുക മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. അതെല്ലാം അയാൾ ചെയ്തോളും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ വരാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിന്നോട് അറിയിച്ചതെന്ന് പറഞ്ഞു. ഗൗതം അത് കേട്ടതും, ശരി, അച്ഛൻ പറയുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് ചന്ദ്രശേഖരന് ഗൗതം വാക്കു നൽകുമ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, പിന്നെ ഒരു കാര്യം, ഈ സംഭവം നടക്കുമ്പോൾ നീ പുറത്ത് തന്നെ ഉണ്ടാവണം. അവർക്ക് എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ നീ പുറത്തുണ്ടായിരുന്നുവെന്നും മറ്റുള്ളവരുടെ കൺമുന്നിൽ തന്നെ നീ ഉണ്ടായിരുന്നുവെന്നും തെളിവായി അവശേഷിപ്പിക്കണം. നിന്റെ മേലെ കേസ് തിരിയാതിരിക്കാൻ വേണ്ടിയാ അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ എന്ന് ചന്ദ്രശേഖരനോട് ഗൗതം വാക്ക് നൽകി. ഇവിടെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം, ഇവിടുത്തെ കാര്യം ഭയങ്കര കഷ്ടപ്പാടാ. പിന്നെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങി വരാമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രിയങ്കയുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചതും, ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. സ്വബോധം വീണ് കിട്ടിയ ആ നിമിഷം തന്നെ ഞാൻ അവളെ കോടതിയിൽ ഹാജരാക്കുക വച്ചാ എന്ന് ഗൗതം പറയുന്നു. അപ്പോഴാണ് ആറ്റുവാശ്ശേരിയിൽ യശോദ രാധികയുടെ വരവും കാത്തിരുന്നത്.
രാധിക എത്തിയതും അമ്മേനെ നോക്കി നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ചു. അതേ മോളെ. അച്ഛനെന്തിയെ എന്ന് ചോദിച്ചിട്ടും അകത്തുണ്ട് എന്ന് പറഞ്ഞു. വേഗം ദേവനാരായണന്റെ അരികിലേക്ക് രാധിക എത്തി. അച്ഛാ എന്ന് വിളിച്ചതും ദേവനാരായണൻ ചാടി എഴുന്നേറ്റതും രാധിക ചോദിച്ചു, എന്താ അച്ഛാ അച്ഛൻ ഇങ്ങനെ തുടങ്ങുന്നത്? പ്രിയങ്കയ്ക്ക് അങ്ങനൊരു അവസ്ഥയാണെന്ന് പറഞ്ഞ് അച്ഛനും ഭക്ഷണം കഴിക്കാതെ നിരാഹാരം ഇരുന്നാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ദേവനാരായണൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാനായി ടേബിളിനടുത്ത് ചെന്നിരുന്നാലും കഴിക്കാൻ തോന്നണ്ടേ മോളെ, അത് മനസ്സ് മടുത്തു പോകും. അതുകൊണ്ടാ എൻ്റെ മോൾക്കാകെ ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിച്ചതും എന്ത് ബുദ്ധിമുട്ടാ അച്ഛാ? അച്ഛനെ കാണാൻ വരുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് യശോദ പറഞ്ഞു, ഞാനേ പ്രിയങ്ക മോൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറഞ്ഞതും ശരി അമ്മ വിളമ്പിക്കോ, ഞാൻ പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് രാധിക പോന്നു. ദേവനാരായണനും ഭക്ഷണം കഴിക്കാനായി അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തി. രാധിക മുത്തശ്ശിയുടെ റൂമിലെത്തി പ്രിയങ്ക മോളെ എന്ന് വിളിച്ചതും ഉടനെ രാധികയുടെ ശബ്ദം കേട്ടതും സുകുമാരി പറഞ്ഞു, എത്തിയിട്ടുണ്ട്, മോൾ അഭിനയം തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് ആ പാവയെ കൂടിയും പ്രിയങ്കയുടെ കയ്യിലേക്ക് കൊടുത്തു. പ്രിയങ്ക വേഗം വാതിൽ തുറന്ന് ചേച്ചി ചേച്ചി വന്നോ, എൻ്റെ ചേച്ചിയാ എന്ന് പറഞ്ഞ് പ്രിയങ്ക ദേവനാരായണനെ രാധികയെ ചൂണ്ടിക്കാണിക്കുന്നു. ദേവനാരായണൻ അത് കണ്ട് സന്തോഷത്തോടെ തൻ്റെ മോൾക്ക് ചേച്ചിയെങ്കിലും മനസ്സിലായല്ലോ എന്ന സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാനായി ടേബിളിനരികിലേക്ക് എത്തി. പ്രിയങ്കയെ അവിടെ പിടിച്ചിരുത്തി രാധിക ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ദേവനാരായണനും അവിടേക്ക് എത്തുന്നു. ചേച്ചി എനിക്ക് വാരിത്തരണേ എന്ന് പറഞ്ഞ് പ്രിയങ്ക ബഹളം വെക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഉടനെ ദാ ഈ പാവയ്ക്കും കൊടുക്കോ എന്ന് ചോദിച്ചതും കൊടുക്കാമെന്ന് രാധിക സമ്മതിക്കുന്നു. അങ്ങനെ പ്രിയങ്കയ്ക്ക് രാധിക സ്നേഹത്തോടെ ഭക്ഷണം മുട്ടി. ഉടനെ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് സുകുമാരി എത്തി. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, എപ്പോഴും ചേച്ചി എനിക്ക് ഭക്ഷണം തരണേ, ചേച്ചി എങ്ങും പോകണ്ട, എനിക്ക് എപ്പോഴും ചേച്ചിയെ കാണണം എന്നൊക്കെ പ്രിയങ്ക പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സുകുമാരി പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം. രാധികയെ എപ്പോഴും പ്രിയങ്കയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ഒപ്പം വേണമെന്നുണ്ടെങ്കിലേ പ്രിയങ്കയെ രാധിക കണിമംഗലത്തേക്ക് കൊണ്ടുപോകട്ടെ, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. രാധികയ്ക്ക് എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാനാവില്ലല്ലോ. പ്രിയങ്ക മോൾ അവിടെ ഉണ്ടെങ്കിൽ രാധികയ്ക്ക് ഭക്ഷണവും കൊടുക്കാം, രാധികയുടെ കൂടെ എപ്പോഴും പ്രിയങ്ക മോൾ ഉണ്ടാവുകയും ചെയ്യും. അത് കേട്ടതും ദേവനാരായണൻ പറഞ്ഞു, അമ്മ അങ്ങനെ ഒരു കാര്യം പറയണ്ട. ഇനി എന്തൊക്കെയാണെങ്കിലും ശരി, പ്രിയങ്ക മോളെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം അത് നടപ്പിലാവില്ല. അതിന് ഞാൻ സമ്മതിക്കുകയുമില്ല. അതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കുകയും വേണ്ട എന്ന് ദേവനാരായണൻ അറിയിച്ചു. അത് കേട്ടതും ദേവനാരായണനാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന രാധികയോട് പറഞ്ഞു, മോളതൊന്നും കാര്യമാക്കണ്ട, മോൾക്ക് ഭക്ഷണം കൊടുക്ക്, വയറ് നിറയെ കഴിയട്ടെ പാവം എന്ന് പറഞ്ഞ് പ്രിയങ്കയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി രാധികയോട് അറിയിക്കുന്നു. രാധിക വളരെ സ്നേഹത്തോടെ പ്രിയങ്കയെ ഭക്ഷണം മുട്ടി. അങ്ങനെ പ്രിയങ്കയ്ക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഗൗതം ചന്ദ്രശേഖരൻ പറഞ്ഞതനുസരിച്ച് സിയെ കാണുവാനായിട്ടെത്തുന്നു. സിയെ കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഗൗതം വന്നതും സിയെ ചോദിച്ചു, എന്തായി? അപ്പോഴേക്കും കയ്യിലിരുന്ന ആ പണമെടുത്ത് ഗൗതം സിയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കണിമംഗലത്തെ പരമ്പരാഗത ആഭരണങ്ങൾ സ്വർണം വിറ്റ് കിട്ടിയ പണമാണ്, സത്യമുള്ള പണം എന്ന് പറഞ്ഞു. അത് കേട്ടതും സി ചോദിച്ചു, സത്യമുള്ള പണം? അത് കൊള്ളാലോ, ആ പ്രയോഗം അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പണം കൊണ്ട് നല്ല പ്രവൃത്തികൾ എന്തെങ്കിലും അല്ലേ ചെയ്യേണ്ടത്? അല്ല, ഇതിൽ ആരെ ആദ്യം തീർക്കേണ്ടത്? വരുണും രാധികയും രണ്ടുപേരുമാണ് എൻ്റെ ശത്രുക്കൾ. വരുൺ നാട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യൂണിഫോം നഷ്ടമായ എന്നെ അടിച്ച് ഒതുക്കിയത്. അതുകൊണ്ട് തന്നെ അവൻ എന്നോട് ചെയ്തതിനുള്ള പകരം വീട്ടിലാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. രാധിക, വരുൺ, ഇതിൽ ആരെയാണ് ആദ്യം തനിക്ക് തീർക്കേണ്ടത് എന്ന് ചോദിച്ചത് രണ്ടിനെയും വേണമെന്ന് ഗൗതം അറിയിച്ചു. പക്ഷേ ഒരുമിച്ച് വേണ്ട, ആദ്യം ഒരെണ്ണത്തിന് തീർത്താൽ മതി എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി സാറിൻ്റെ പക്കലുണ്ടോ എന്ന് ചോദിച്ചതും പിന്നില്ലേ, കൂട്ടത്തിൽ കൂടി ആളുകളെ ഒട്ടും സംശയപ്പെടുത്താതെ ഒപ്പം കൂടി നിന്ന് തോളോട് തോൾ കൈയിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പതിയെ കഴുത്തിറക്കുന്ന ഒരുത്തൻ, അങ്ങനെ ഒരുത്തനുണ്ട് എൻ്റെ കസ്റ്റഡിയിൽ. അവനെക്കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ഒരാൾക്കും ഒരു സംശയം തോന്നിക്കാനുള്ള വഴിയൊരുക്കാതെ അവൻ കാര്യം നിർവഹിച്ച് അവൻ മടങ്ങിക്കോളും എന്നറിയിച്ചു. അത് കേട്ടു നിന്നതും ഗൗതം പറഞ്ഞു, ശരി, എന്തായാലും ആദ്യം ഒരാളെ തീർത്താൽ മതി. രാധികയാണ് ആദ്യം തീർക്കേണ്ടത്. രാധികയുടെ പേരാണ് നിന്റെ അച്ഛൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, അതെ, ഒന്നിനെ ഭയങ്കര ഏറെ ഇഷ്ടമാണ്, രണ്ടിനും പരസ്പരം ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒന്ന്
കരഞ്ഞു കലങ്ങി നടക്കും. ജീവിതം ദുരിതപൂർണമായി കൊണ്ടുപോകും. അങ്ങനെ ഒരവസ്ഥ നമുക്ക് കാണണ്ടേ? അങ്ങനെ മനസ്സ് തകർന്ന് ജീവിക്കുന്ന അവരെ നമുക്ക് കാണണ്ടേ? അതുകൊണ്ട് ആ കാഴ്ച നമുക്കൊരു സുഖം നൽകുന്നതല്ലേ എന്നെല്ലാം പറഞ്ഞ് ഗൗതം ആദ്യം ഒരാളെ തീർത്താൽ മതിയെന്ന് സിയയോട് പറയുന്നു. അപ്പോഴാണ് രാധിക കിച്ചണിൽ വന്ന് പ്രിയങ്കയുടെ കാര്യങ്ങൾ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ യശോദ അരികിലേക്ക് എത്തിച്ചു. എന്താ മോളെ? ഒന്നുമില്ലമ്മേ, ഞാൻ ആ, ചില കാര്യങ്ങൾ ചിന്തിച്ചു പോയതാ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും മോൾക്ക് ബുദ്ധിമുട്ടായോ? എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടി വരുന്നതിന് കണിമംഗലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഏയ്, അതൊന്നും സാരമില്ലമ്മേ, എൻ്റെ അനിയത്തിക്ക് വേണ്ടിയല്ലേ എന്ന് രാധിക പറയുമ്പോൾ ഉടനെ യശോദയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല രാധിക ശ്രദ്ധിച്ചു. അല്ലമ്മേ, ഇതേതാ ഈ മാല എന്ന് ചോദിച്ച് രാധിക ആ കയ്യിൽ പിടിച്ചു. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അമ്മേ എന്ന് സംശയത്തോടെ രാധിക ആ മാലയിൽ തന്നെ ഉറ്റുനോക്കുമ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയ സുകുമാരി അവിടേക്കെത്തി. അപ്പോഴാണ് സുകുമാരിയുടെ കയ്യിൽ നിന്നാണ് ഈ മാല കിട്ടിയതെന്ന്, മുത്തശ്ശി തനിക്ക് തന്നതായി മാലയെന്ന് യശോദ പറയുമ്പോൾ ആകെ സംശയപ്പെട്ട് നോക്കുകയാണ് രാധിക. ഉടനെ സുകുമാരി വന്നിട്ട് പറഞ്ഞു, അതെ, ഇത് എൻ്റെ കയ്യിൽ 2-3 വള കിടന്നിരുന്നല്ലോ, അതൊരുക്കി ഞാൻ പണിയിച്ചതാ പ്രിയങ്ക മോൾക്ക് കൊടുക്കാൻ. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പ്രിയങ്കയ്ക്ക് അത് കൊടുത്താൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. പിന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാ, പ്രിയങ്കയ്ക്ക് ഇപ്പോൾ ഈ മാല കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ യശോദയെ എൻ്റെ മകളായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് യശോദയുടെ കഴുത്തിൽ ആ മാല ഞാൻ ഇട്ടുകൊടുത്തതെന്ന് സുകുമാരി പറഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുന്ന പറഞ്ഞ് കലിതൊല്ലി മുത്തശ്ശിയോട് നിന്ന് പോകുമ്പോൾ രാധികയുടെ മനസ്സിലാകാൻ സംശയമായി. അപ്പോഴേക്കും രാധിക പറഞ്ഞു, അമ്മേ, എന്നാ ഞാൻ പോകാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞതും ശരി മോളെ, ഇറങ്ങാനുള്ള കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞു. വേഗം ഡൈനിങ് ടേബിളിന് മുകളിലിരിക്കുന്ന പേഴ്സ് എടുത്ത് രാധിക ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ചേച്ചി എന്ന് വിളിച്ച് പിന്നാലെ പ്രിയങ്ക എത്തി. ഞാനും വരട്ടെ ചേച്ചി, എനിക്കും വരണം ചേച്ചിയുടെ കൂടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക വാശി പിടിച്ചു. അപ്പോഴാണ് യശോദ പറഞ്ഞത്, അയ്യോ, ചേച്ചിക്ക് ഇവിടെ എപ്പോഴും നിൽക്കാൻ പറ്റില്ലല്ലോ, മോള് പറയുന്നത് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് സുകുമാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ മോളെ വിളിച്ചോണ്ട് പോ. അപ്പോഴേക്കും സുകുമാരി, ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒട്ടും ഇഷ്ടപ്പെടാതെ മുഖം ചുളിച്ച് സുകുമാരി അങ്ങ് നിന്നു. ഉടനെ രാധിക ചേച്ചി പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകുമ്പോഴേക്കും സുകുമാരിയുടെ അടുത്തേക്ക് വന്ന് പൊട്ടിക്കരയുകയാണ് പ്രിയങ്ക. അപ്പോഴേക്കും കുറച്ചു നേരം പ്രിയങ്കയുടെ സങ്കടം നോക്കിയെന്ന് അവിടുന്ന് യശോദ പോയി. ഈ സമയത്ത് പ്രിയങ്ക യശോദ കേൾക്കാനായി എനിക്ക് ചേച്ചിയുടെ പോണെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ സുകുമാരി പറഞ്ഞു, മതി മതി, നിന്റെ അമ്മ പോയി എന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞ് സുകുമാരി പ്രിയങ്കയുമായി നേരെ മുറിയിലേക്ക് പോയി. അപ്പോഴാണ് കണിമംഗലത്ത് പരമേശ്വരൻ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അരികിലേക്ക് ജയഭാരതി മുത്തശ്ശി എത്തി. പരമേശ്വര, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. എന്താ അമ്മേ എന്ന് പരമേശ്വരൻ അന്വേഷിച്ചു. യശോദ ഉടനെ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, അതെ, വേറൊന്നുമല്ല പരമേശ്വര, നിന്റെ മേൽ ഈ ചുമതല, ഈ വീടിൻ്റെ ചുമതലയെല്ലാം നിന്നെ ഏൽപ്പിച്ചപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നിനക്ക് അറിവുള്ളവനാണ്, കൃത്യമായി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടേ ചിന്തിച്ചിട്ടേ നീ ഓരോ തീരുമാനം എടുക്കുമെന്ന്. എന്നാൽ പത്മിനി അങ്ങനെയല്ല, അവൾക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഒന്ന് കരഞ്ഞു കാണിച്ചാൽ അവളുടെ മനസ്സലിയുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? സൂര്യയുടെ ജീവിതത്തിൽ കൽപ്പനയെപ്പോലെ ഒരു പെൺകുട്ടി വേണ്ട കാര്യമുണ്ടോ? അവളോട് ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പത്മിനിക്ക് ചില കാര്യങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സത്യം തിരിച്ചറിയാൻ അവൾ പലപ്പോഴും വൈകുന്നു എന്ന് പറഞ്ഞു. എല്ലാം കേട്ടതും പരമേശ്വരൻ പറഞ്ഞു, അമ്മേ, അത് പിന്നെ എന്ന് പറഞ്ഞ് ജയഭാരതി അമ്മയുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നു പരമേശ്വരൻ. അപ്പോഴാണ് കൽപ്പന വീണ്ടും അടവുകളുമായി പത്മിനിയുടെ മുന്നിലേക്ക് എത്തിയത്. തൻ്റെ മുറിയിലേക്ക് ഗൗതം വന്നതെങ്ങനെയാണെന്ന് വീണ്ടും കള്ളക്കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന കൽപ്പനയോട് പത്മിനി പറഞ്ഞു, നീ മുറിയിലേക്ക് ഗൗതമിനെ വിളിച്ചു കയറ്റിയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കതിൽ വ്യക്തതയുമുണ്ട്. പക്ഷേ ഇനിയും ഇതുപോലെയുള്ള നുണക്കഥകളുമായി നാടകങ്ങളുമായി എൻ്റെ മുന്നിലേക്ക് വന്നാലുണ്ടല്ലോ, ഞാൻ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ എന്ന് പത്മിനി കൽപ്പനയെ താക്കീത് ചെയ്യുന്നതോടെ തൻ്റെ പദ്ധതികളൊക്കെ പൊളിയുകയാണല്ലോ എന്ന നിരാശയിൽ കൽപ്പന നിന്നു. അപ്പോഴാണ് തിരികെ വന്ന രാധികയോട് വരുൺ പ്രിയങ്കയെ കാണാൻ പോയതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. പ്രിയങ്കയ്ക്ക് ഇങ്ങനെയൊരു അവസ്ഥയായതുകൊണ്ടല്ലേ വരുൺ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, എടോ, തൻ്റെ ജീവൻ എടുക്കാനായി കാത്തു നിൽക്കുന്നവരാണ് അവർ രണ്ടുപേരും.
അതാണ് എൻ്റെ ആശങ്ക എന്ന് വരുൺ അറിയിക്കുമ്പോൾ രാധിക പറഞ്ഞു, വരുൺ, അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എനിക്ക് സങ്കടവും വിഷമവും ഒക്കെയുണ്ട്. പക്ഷേ ഇന്ന് വെച്ച് ഇത് മാറി അവൾ എന്നോടൊരു വാക്ക് സംസാരിച്ചാൽ ആ നിമിഷം അവളോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് എനിക്കറിയാമെന്ന് രാധിക വളരെ ബോൾഡായി വരുണിന് മറുപടി നൽകുന്നു.